PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങളിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹെർമൻ ഗുണ്ടട്ട്, കേരള പഴമ. സൈനുദ്ദീൻ മഖ്ദൂം വരുന്നത് തുഫാത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോടി വാർതെമ വരുന്നത് യാത്രാ വിവരണം. ഇബ്നു ബത്തൂത്ത റിബ്ല, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ സി. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. ഇവിടെ മുകളിൽ പറഞ്ഞവരിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശൻ, TK മാധവൻ. ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ അവതരിപ്പിച്ചു. അടുത്തത്, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ശരിയായ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് ജ്യോതി റാവു ഫൂലെ വരുന്നത് സത്യശോധക് സമാജ്. വീരേശലിംഗം പന്തുലു, രാജ് മഹേന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. ബസവ വീര സായ്വ പ്രസ്ഥാനം. GK ദേവ്ധറും മിസസ് രമബായി റാനഡെ വരുന്നത് സേവാ സദൻ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രം. ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ, അസഹനീയമായ ആക്ട്സ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്രിസ്റ്റലീന ജോർജീവ. ബ്രസിയ നിറച്ച അഗ്നിപർവ്വത പൈപ്പ് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള ദീർഘകാല മണ്ണൊലിപ്പിന് ശേഷം തുറന്നുകാട്ടപ്പെടുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡയട്രീം. അഗ്നിശിലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1ഉം 2ഉം മാത്രം. ഗ്രൈനുകളുടെ ഘടന, രൂപങ്ങൾ, ഗ്രൈനുകളുടെ വലുപ്പം എന്നിവയുടെ രാസധാതു സ്വഭാവ സവിശേഷതകളുള്ള പാറ. അതുപോലെ പാറകളുടെ ശിഥിലീകരണത്തിലൂടെയും വിഘടനത്തിലൂടെയും ഉരുത്തിരിഞ്ഞ അവശിഷ്ടങ്ങൾ എന്നിവയാണ് ഉത്തരം തന്നിരിക്കുന്നത്. അടുത്തത്, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പേഡി പ്ലെയിൻ എന്ന് പറയുന്നത് LC കിങ്. പെനെ പ്ലെയിൻ എന്ന് പറയുന്നത് MW ഡേവിസ്. പാൻ പ്ലെയിൻ എന്ന് പറയുന്നത് ക്രിക്മേ. പാൻഫാൻ ലോസൺ. അടുത്തത്, ഗംഗയുടെ അലഹാബാദ്, ഹാൽഡിയ, ഭഗീരഥി, ഹൂഗ്ലി ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി, ദേശീയ ജലപാത 1. അടുത്ത ചോദ്യം, പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, വെള്ളാനിക്കര. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിശാഖപട്ടണം. താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. താഴെ പറയുന്ന സ്കീമുകളും ഉദ്ദേശവും ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രോജക്റ്റ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നതിന് സൃഷ്ടിച്ച ഒരു സംയോജിത പ്ലാറ്റ്ഫോം. വിവാദ് സേ വിശ്വാസ് സ്കീം എന്ന് പറയുന്നത് കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാൻ. സമാധാൻ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത ഇമെയിൽ ID എന്നുള്ളതാണ്. മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതി എന്ന് പറയുന്നത് നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറയ്ക്കുന്നതിന്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഏതാണത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, 2021 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. തെറ്റായി പൊരുത്തപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. അരി, പഞ്ചാബ് എന്നുള്ളതാണ്.
GST കൗൺസിലിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ്. പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. അതുപോലെ ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം. ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല എന്നുള്ളതാണ്. 1955 പൗരത്വ നിയമത്തെ പരാമർശിച്ച് താഴെ പറയുന്നവ പരിഗണിക്കുക. ഇന്ത്യയുടെ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ ഇവയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, പ്രകൃതിവൽക്കരണം ഇതെല്ലാം വരുന്നതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായത് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം അല്ല എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് കീഴിലുള്ള താഴെ പറയുന്ന വ്യവസ്ഥകൾ പരിഗണിക്കുക. ഇതിൽ മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം. പൊതു തൊഴിലിൽ അവസര സമത്വം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം. പാർലമെന്റിൽ 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം അടുത്തിടെ ഭേദഗതി ചെയ്തത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മണി ബിൽ എന്നുള്ളതാണ് കേട്ടോ ഉത്തരം. മണി ബിൽ ഓപ്ഷൻ സി ആണ്. കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ്. ഐക്യ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയാണ് കേരള മോഡൽ വികസനത്തിന് തുടക്കമിട്ടത്. 1ഉം 2ഉം അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരിയെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. എന്നാൽ 1ന്റെ ശരിയായ കാരണം 2 അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഉത്തരങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ താഴെ പറയുന്ന ഇ ഗവേണൻസ് സംരംഭങ്ങളിൽ ഏതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ്. സകർമ്മ, അക്ഷയ. കേരള ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. താഴെ കൊടുത്തവയിൽ കേരള അഗ്രേറിയൻ റിലേഷൻസ് ആക്ടിന്റെ വ്യവസ്ഥയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ്. ഇനി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതു വകുപ്പാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. കൃഷി വകുപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നാണ് പറഞ്ഞിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. കൃഷി വകുപ്പാണ് കേട്ടോ ഉത്തരം. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. COVID-19. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിന്റെ ഉചിതമായ ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. നിർഭയ. 1ഉം 2ഉം അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ഏത് ഓപ്ഷനുകളാണ് ശരിയെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1 മാത്രമാണ് ശരി. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ കൂടുതലാണ്. 1 മാത്രമാണ് ശരി. കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കനുസൃതമായി നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ആദ്യത്തേതാണ് കേട്ടോ. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അധികാരം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല എന്നുള്ളതാണ്. ഏത് ഹോർമോണിന്റെ അഭാവം മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ADH. കുടലിന് ശരിയായി എന്താഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകരമായ അനീമിയ ഉണ്ടാവുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിറ്റമിൻ B12. KFT വൈറസിന്റെ റിസർവോയർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹാർഡ് ടിക്കുകൾ. അടുത്ത ചോദ്യം, WHO അനുസരിച്ച് ഒമിക്രോൺ ഡാഷ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായ വേരിയന്റ്. ആർദ്ര മിഷനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം. ഏത് ഇടപെടലുകളാണ് സ്ട്രോക്കിന്റെ സംഭവങ്ങളും ആഘാതവും ഗണ്യമായി കുറയ്ക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഇടപെടൽ, ജീവിതശൈലി, ഫാസ്റ്റ് രീതിയിൽ പൊതുസാക്ഷരത വർദ്ധിപ്പിച്ചു.
ജീവിയ പ്രാദേശിക സമൂഹം തുറന്നുകാട്ടപ്പെട്ട മലിനീകരണത്തിന്റെ തോത് നിർണ്ണയിക്കപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബയോ മോണിറ്ററിംഗ് ആണ് കേട്ടോ. ബയോ മോണിറ്ററിംഗ് ആണ്. നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബയോ മോണിറ്ററിംഗ് ആണ്. ഇന്റർനാഷണൽ കോവിഡ് വാക്സിൻ സ്വീകർത്താക്കൾ മ്യൂക്കോസൽ ആന്റിബോഡിയുടെ അളവ് വർദ്ധിപ്പിച്ചതായിട്ട് കാണിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്, IgA. 40 kV ത്വരിതപ്പെടുത്തുന്ന സാധ്യതയുള്ള ഒരു എക്സ്റേ മെഷീനിൽ നിന്നുള്ള വികിരണത്തിലെ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 0.031 നാനോമീറ്റർ. കാന്തിക ക്ഷേത്ര ശക്തിയുടെ യൂണിറ്റ് എത്രയാണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം താഴെ പറയുന്ന ഏത് പദപ്രയോഗത്തിലൂടെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. സി ആണ് ആൻസർ. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുടുങ്ങിയ ഫോട്ടോണുകളുമായുള്ള പരീക്ഷണങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധന അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാൽക്കോസ്കി ടെസ്റ്റ്. ഒരു വാൻഡർവാലിന്റെ വാതകത്തിന്റെ നിർണായക ഊഷ്മാവ് 300 കെൽവിൻ ആണെങ്കിൽ നിർണായക മർദ്ദം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ്ജനിലയിൽ നിന്ന് ആദ്യത്തെ ഊർജ്ജനിലയത്തിലേക്കുള്ള ഇലക്ട്രോണിന്റെ പരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ശ്രേണി കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അൾട്രാ വയലറ്റ് മേഖലയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്തത്, 2022 രസതന്ത്ര നൊബേൽ ജേതാക്കളിൽ 2ാം തവണയും നൊബേൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയാണ് ബാരി ഷാർപ്ലസ്. SK പൊറ്റക്കാടിന്റെ അപ്രകാശിത കൃതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്, നോർത്ത് അവന്യൂ. ഭാസന്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടി ഗണപതി ശാസ്ത്രി. അടുത്ത ചോദ്യം, പ്ലൂട്ടോയുടെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PK ബാലകൃഷ്ണൻ. ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പ്രേരിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെബി. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഖോ ഗെയിം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പൂനെ. സിനിമകളിൽ സൗണ്ട് എഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജാക്ക് ഫോളി. കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, തൈക്കാട് അയ്യ. ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം, ഹാർഡ് ഡിസ്കും DVD-യും. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കീലോഗർ. താഴെ നൽകിയിരിക്കുന്നവ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ഒറാക്കിൾ എന്ന് പറയുന്നത് RDBMS. അതുപോലെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. ജിംബ് എന്ന് പറയുന്നത് ഇമേജ് എഡിറ്റർ. ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, പരം. 2012 പോക്സോ നിയമത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റുന്നതിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സാധ്യമാകുന്നിടത്തെല്ലാം വിവിധതരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കുവാനുള്ള അവകാശം. 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല എന്നുള്ളത്. അടുത്ത ചോദ്യം, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത്, 2022 കേരള ലോകായുക്ത ഓർഡിനൻസിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇതും നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ലോകായുക്തയുടെ തീരുമാനം സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള ഓർഡിനൻസിന് യോഗ്യതയുള്ള അധികാരം നൽകുന്നു. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ബോർഡ് മാസ് റൂളിന്റെ ഒരു ചോദ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 644. അടുത്തത്, AP-യുടെ ചോദ്യം. 21ാം പദത്തിന്റെയും 30ാം പദത്തിന്റെയും അനുപാതം 3:4 എന്ന് തുടങ്ങുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, 115:682. 125 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് പ്ലാറ്റ്ഫോമിലെ ഒരു വിളക്കുമരം എപ്പോൾ കടക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 15 സെക്കൻഡ്.
അടുത്ത ചോദ്യം, നിശ്ചിത വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് തന്നിട്ട്, ഓക്കെ, ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 45. ഒരു കടയുടമ 10% ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നു. 8% കുറച്ച് വാങ്ങി 8 രൂപ കൂടി കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ 20% ലാഭം കിട്ടുമായിരുന്നുവെങ്കിൽ സാധനത്തിന്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2000. ന്യൂഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഓരോ 50 മിനിറ്റിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാളോട് പറഞ്ഞു, ട്രെയിൻ 20 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടു, അടുത്ത ട്രെയിൻ 10:25 AM പുറപ്പെടും എന്നത്. ഏത് സമയത്താണ് ആ വ്യക്തി വിവരം നൽകിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 9:55 AM. രാജു വീട്ടിൽ നിന്നും ഇറങ്ങി തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു, ഇതിനുശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. നേരെ വീട്ടിലെത്താൻ എത്ര കിലോമീറ്റർ നടക്കണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 7 കിലോമീറ്റർ. വിട്ടുപോയ പദം കണ്ടെത്തുക എന്ന ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് 12. താഴെ പറഞ്ഞ അക്ഷര പരമ്പരയുടെ അടുത്ത പദം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ആണ്. പ്രൊവൈഡ് എ സ്വീറ്റബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ് 6 കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഓൾറെഡി ലെഫ്റ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു എ കമ്പാരിറ്റീവ് ഡിഗ്രി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏപ്രിൽ ഈസ് ഹോട്ടർ ദാൻ ഓൾ അതർ മന്ത്സ് ഓഫ് ദി ഇയർ. Fill up with the correct preposition. I prefer coffee. എന്താ വരിക? ഓപ്ഷൻ ബി ആണ് 2 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, fill up with the correct tense of the verb given in the bracket. What would the girl do if she dashed the train എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ് missed. Choose the correct synonym for the following word. Extravagantന്റെ synonym ആണ് ചോദിച്ചിരിക്കുന്നത് lavish. Fill up with the correct phrasal verb. The public meeting was dash because of bad weather എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ് called off. Rewrite the sentence using a single word instead of the phrase in italics. Incapable of being corrected എന്നതിൻ്റെ one word എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് incorrigible. Choose the correct option to fill in the blank. The school therapist dash students who have problems in studying. ഉത്തരം ഓപ്ഷൻ ബി ആണ് counsels. Choose the correct meaning of the phrase to let the cat out of the bag. ഉത്തരം ഓപ്ഷൻ ഡി ആണ് to reveal a secret. അടുത്തത് ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് അഭിവാജ്ഞ. സാധനങ്ങൾ വിൽക്കുന്ന ആൾ. ഉത്തരം ഓപ്ഷൻ സി ആണ് വിക്രേതാവ്. കുതിര എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് അസിതം. നിരാമയം എന്നതിന്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആമയം. അബദ്ധം പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ ഡി കാടുകാട്ടുക. തലമുടി എന്ന പദത്തിന് സമാനമായ പദം. ഓപ്ഷൻ ബി ആണ് കുന്തളം. ചേർത്തെഴുതുക. നെല് അധികം മണി ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ് നെന്മണി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി തടിനി തടിയൻ. 8000 എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് എൺ അധികം 1000. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഉത്തരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്